നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടച്ചിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ സന്ദേശങ്ങളാണ് ഭഗവാൻ അഥവാ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നത്. ഏവരും ഒരു നിമിഷം ഓം ഹ്രീം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കുക. നിങ്ങളുടെ ജീവിത യാത്രയിൽ വിലങ്ങുതടിയായി അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതായ ചില വ്യക്തികൾ ഉണ്ട്. അവരെ തീർച്ചയായും നിങ്ങൾക്ക് അവഗണിക്കുവാൻ സാധിച്ചിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ അതിന് നിങ്ങൾക്കിനി സാധിക്കും. അവരെ അവഗണിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ഭഗവാൻ അഥവാ വിശ്വസിക്കുന്നതായ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളെ ഒരു വ്യക്തി മൂലം അഥവാ നിങ്ങൾ ചില വ്യക്തികൾ മൂലം വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ, വിഷമതകൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളിൽ പലർക്കും അത്തരമൊരു സാഹചര്യമുണ്ട്. അത് കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ അത്രമേൽ പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയോ സുഹൃത്തോ ആകാവുന്നതുമാണ്. ഇവരുടെ ഭാഗത്തു നിന്നുമുള്ള മോശം പ്രവൃത്തി അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതായ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തതായ ഒരു പ്രവൃത്തിയിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നു അഥവാ തകർന്നിരിക്കുന്നതായ സാഹചര്യം കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മുൻപിൽ ഏത് വഴിയാണോ അടഞ്ഞത്, ആ വഴി തന്നെ നിങ്ങൾക്ക് മുൻപിൽ തുറക്കാൻ പോകുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിത്തരാൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതിന് മനോബലം വർദ്ധിക്കുകയും വിശ്വാസം നിങ്ങളിൽ 10 മടങ്ങായി വർദ്ധിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ സാമ്പത്തികപരമായി ചെറിയ തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തികളായാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു സമയം നിങ്ങൾ സാമ്പത്തികപരമായി ഉയർച്ചയിലായിരുന്നു. സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ചില തെറ്റായ തീരുമാനങ്ങൾ മൂലം കുറച്ച് പണം നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ കാര്യത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ തകർച്ച നേരിടേണ്ടതായി വന്നു എന്നും പറയാം. എന്നാൽ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമായി കാണുന്നത് നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ്. നിങ്ങളെ ചതിച്ച, വിഷമിപ്പിച്ച വ്യക്തികൾക്ക് ചെറിയ ഉയർച്ച അല്ലെങ്കിൽ ചില സൗഭാഗ്യങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളതാണ്. അവർ ആരുമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സഹായിക്കാൻ, കൂടെ നിൽക്കാൻ നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് വാസ്തവം. എന്നാൽ അവർ സഹായം മുഴുവൻ കൈപ്പറ്റി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് നിങ്ങളെ വേണ്ടാതായി. അവർ ഇപ്പോൾ അഹങ്കാരം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായി, അതായത് അവർക്ക് ഇപ്പോൾ വളരെയധികം അഹങ്കാരം വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന സന്ദേശം, നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം കഴിവുകളുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ആ കഴിവുകൾ കൊണ്ട് തന്നെ ഉയർച്ചയിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുന്നതാണ്. ഭഗവാനിൽ നിങ്ങൾ അടിയുറച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ
അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് ഏത് പരിതസ്ഥിതിയിലാണ് എങ്കിലും കൈവിടില്ല എന്ന വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകുന്നു. ആ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി എത്രത്തോളം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും ഇനി അവർക്കതിനെ സാധിക്കില്ല എന്നതാണ് വാസ്തവം. കാരണം ഈശ്വര ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. ഭഗവാന്റെ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവതയുടെ ശക്തി നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ അവർ കാത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ച സംഭവിച്ചപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അവരെ വളരെയധികം വിശ്വസിച്ചതായ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അവർ പുറമെ അണിഞ്ഞിരുന്നതായ കാപട്യത്തിന്റെ മുഖം മൂടി നിങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇപ്പോൾ നിങ്ങളെ അവർ പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ശരിക്കും മനസ്സിലാക്കി ആ പാഠങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് വാസ്തവം. അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും അവർ പ്രവർത്തിച്ചാലും അത് ഏൽക്കില്ല എന്നാണ് സന്ദേശമായി കാണുവാൻ സാധിക്കുന്നത്. ഭഗവാൻ അതിനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, അതിനുള്ള മനക്കരുത്തും ഊർജവും നിങ്ങൾക്ക് നൽകും. ഈ സമയങ്ങളിലെല്ലാം മനസ്സ് പാകമാക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും സന്ദേശമായി പറയുവാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങൾ അറിയുവാൻ അവർ തിടുക്കം കൂട്ടുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. നല്ല കാര്യമോ മോശം കാര്യങ്ങളോ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ എന്നറിയുവാൻ അവർ തിടുക്കം കാണിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. പലരുമായി ബന്ധപ്പെട്ടും അവർ ഈ കാര്യങ്ങൾ അറിയുവാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തുന്നു എന്നും കാണുന്നുണ്ട്. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ, നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി ഒരിക്കലും കൈവിടില്ല, കൈത്താങ്ങായി എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നാണ് സന്ദേശമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. അവർക്ക് തിരിച്ചടികൾ, ഒരു വിഷമം വന്നാൽ പോലും നിങ്ങൾക്കത് സഹിക്കുവാൻ സാധിക്കില്ല എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികളാണ് എന്നാണ് സന്ദേശത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങളിലുള്ള ഈ ഒരു സ്വഭാവം, അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങൾ മനസ്സിൽ വലിയ സ്ഥാനം നൽകിയവർ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ കാണുന്നത് പോലെ കണ്ടിരുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നതാണ് വാസ്തവം. അത് നിങ്ങളെ വലിയ വിഷമത്തിൽ കൊണ്ടുവന്നെത്തിച്ചു എന്നതും വാസ്തവമായ കാര്യമാണ്. അപ്രകാരമാണ് സന്ദേശത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വിഷമങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക് മുൻപിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവരാകുന്നു. ഇത് നിങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് പകർന്ന് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഊർജം നിങ്ങൾക്ക് നൽകി എന്ന് കാണുവാൻ സാധിക്കുന്നു. എല്ലാം മനസ്സിലാക്കിയാണ് ഇപ്പോൾ നിങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ജീവിതം മെച്ചപ്പെടുത്തുവാൻ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചതായ അന്ധകാരം അകലുകയും പുതിയ വെളിച്ചം കടന്ന് വരികയുമാണ് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. സ്നേഹം, കരുണ നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതും വാസ്തവമാണ്. അതിൽ യാതൊരു വിധത്തിലും കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ഇനി ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പാടൂ.
പ്രവർത്തിക്കാവൂ എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വളരെയധികം ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശത്രുക്കളുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ എല്ലാവരെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ പലരെയും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാകുന്നു. ചിലരെ നിങ്ങൾക്ക് സംശയവുമുണ്ട്. എന്നാൽ ആ ശത്രുക്കളെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി കാണുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന് സന്ദേശത്തിലൂടെ പറയുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും അപ്രകാരമാകുന്നു. നിങ്ങളുടേതല്ലാത്ത കാരണത്താലും നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾ, മാനഹാനി സംഭവിച്ചിട്ടുള്ളവരാണ്. പലർക്കും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളെ വളരെയധികം വിമർശിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അവർ വളരെയധികം സ്വാർത്ഥത വച്ച് പുലർത്തുന്നവരാണ്. എന്നാൽ നിങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങൾ ഇല്ലാത്തവരാണ്. എല്ലാവരെയും ഒരേപോലെ കാണുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അവർ എല്ലാം സ്വാർത്ഥ ലാഭത്താൽ നേടിയെടുത്തവരുമാണ്. അങ്ങനെ നേടിയെടുത്തതായ കാര്യങ്ങൾ മുൻനിർത്തിയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്നതും വാസ്തവമാണ്. അപ്രകാരമാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അറിയുവാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതെല്ലാം അറിയാൻ, എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാൻ താല്പര്യപ്പെടുന്നു അഥവാ ആഗ്രഹിക്കുന്നവരാണ് അവർ. നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കണം എന്നും നിങ്ങൾ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരണം, അല്ലെങ്കിൽ ഒറ്റപ്പെടണം, മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശത്രുത ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അവർ പരാജയപ്പെട്ടു പോകും എന്നും കാണുവാൻ സാധിക്കുന്നു. നല്ല മനസ്സുള്ളവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. ഈശ്വരശക്തി നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് സന്ദേശത്തിലൂടെ പറയുവാൻ സാധിക്കുന്നത്. അതിനാൽ അവർ എത്ര തന്നെ ശ്രമിച്ചാലും അതിൽ അവർ പരാജയപ്പെടും എന്നുള്ളതാണ്. ഭഗവാൻ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളോടൊപ്പമുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കണം എന്ന് കാണുന്നു. പോസിറ്റീവായി ചിന്തിക്കണം. പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതലായും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്.